ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടൊക്കെ മതി. ഇനി പ്രായമായി കഴിഞ്ഞാൽ ഇതിനൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അങ്ങനെയുണ്ടോ? എപ്പം നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യും? സ്കിൻ കെയർ ഐഡിയലി നമ്മൾ ബേബി ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സീറംസോ ക്രീംസ് ആപ്ലിക്കേഷനൊന്നും ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് ക്യാൻ ബി സംതിങ് വെരി സിമ്പിൾ. ലൈക്ക് എല്ലാ ദിവസവും കുളിക്കുന്നത്, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ കൊച്ചു കുട്ടികളെയൊക്കെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാറുണ്ട്. അതുപോലും ആക്ച്വലി സ്കിൻ കെയർ ആണ്. സോ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ അറ്റ് എനി ഏജ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു റിസൾട്ട്സ്. ഇപ്പം നമ്മൾ നേരത്തെ തുടങ്ങിയില്ല എന്ന് വെച്ചിട്ട് വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും സ്റ്റാർട്ടിങ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ഇസ് ലൈക്ക് വർക്കിംഗ് ഔട്ട്. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സ്കിൻ. പിന്നെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അക്കോർഡിംഗ് ടു യുവർ സ്കിൻ നീഡ്സ് അത് മാറ്റം വരുത്തേണ്ടി വരും. ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു മേജർ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇത് ഈ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്കിൻ ഡിസീസ് ഏതായിരിക്കും? ആക്നെ. ആക്നെയാണ് നമ്മളടുത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്കിൻ കണ്ടീഷൻ. പിന്നെ ഹെയർ ഫോൾ. ഹെയർ ഫോൾ ഇസ് ദെയർ ഫോർ എവറി വൺ നൗ, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ്. അപ്പോൾ ഈ സ്കാർ ലീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഈ പിമ്പിൾസ് വരുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഈ പോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര ഇപ്പം നമുക്ക് ഭയങ്കര ഓക്കെ ഇതിങ്ങനെ ഉള്ളപ്പോൾ അത് എങ്ങനെയും പോണം എന്നുള്ള ഒരു പോണം, അതെ. ചിന്തയാണ് ഉള്ളത്. അപ്പൊ ഈ പോക്ക് ചെയ്യുമ്പോഴാണ് ഈ ബ്ലാക്ക് മാർക്ക് വരുന്നതും വരുന്നത്. അതുപോലെ തന്നെ ഈ കുഴികള് കാര്യങ്ങളൊക്കെ വരുന്നതും. വരുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് മാറ്റാം? അതായത് ഈ ബ്ലാക്ക് സ്പോട്ട്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പോഴ്സ് ആയിക്കോട്ടെ, എങ്ങനെ നമുക്ക് ഇത് മാറ്റാൻ പറ്റും? അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് തന്നെ ഉണ്ടാവോ? സി നമുക്കൊരു ഒരു പ്രശ്നവും കൂടാതെ വന്നു പോകേണ്ട ഒരു പിമ്പിളായിരിക്കും. ജസ്റ്റ് പിമ്പിളായിട്ട് വന്നു താനേ അമർന്നു പോകും. ബട്ട് നമ്മൾ ഈ പഴുപ്പ് കളയാനോ അല്ലെങ്കിൽ അത് പൊട്ടിച്ചെടുക്കാനോ നോക്കുമ്പോഴാണ് അത് ആക്ച്വലി സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ട് സ്കാർ ആവുന്നത്. അപ്പോൾ ആ സ്കാർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഫ്ലാറ്റ് ബ്ലാക്ക് കളർ സ്പോട്ട് ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി ഒരു കുഴി പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാർസ് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പിഗ്മെന്റേഷൻ ആണെങ്കിലും അതെ, കുഴികളാണെങ്കിലും അതെ. കുഴികളാണെങ്കിൽ ആക്ച്വലി നമ്മൾ കാണുന്നതിനേക്കാളും ഒരുപാട് ഡീപ്പറാണ്. സോ യു നീഡ് സം കൈൻഡ് ഓഫ് ഒരു സ്കിൻ ടൈറ്റനിങ് പ്രൊസീജിയർ. നമുക്കിപ്പോൾ ഒരു ഫ്രാക്ഷണൽ ലേസർ അല്ലെങ്കിൽ PRP, മൈക്രോ നീഡ്ലിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിന് ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റൂ. അഗൈൻ ഐ എം സ്ട്രെസ്സിങ് ഓൺ ദ വേർഡ് ഇംപ്രൂവ്മെന്റ്. നമുക്കൊരു സ്കാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരില്ല. സോ പിമ്പിൾസ് പിക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് സ്ട്രെസ് വരുമ്പോഴൊക്കെ ചിലർക്ക് ഉണ്ട് ഒരു പിമ്പിൾ പിക്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി. ആൻഡ് സം പീപ്പിൾ ആക്ച്വലി തിങ്ക് ഇറ്റ് ഇസ് ഗുഡ്. ഈ കുരു ഞാൻ ഞെക്കി പൊട്ടിച്ച് കളഞ്ഞാൽ ഇറ്റ്സ് ഗോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ബട്ട് ആക്ച്വലി യു ആർ മേക്കിംഗ് യുവർ സിറ്റുവേഷൻ വേഴ്സ്. ആക്നെ വന്ന് പോയാലും ദ സ്കാർസ് വിൽ റിമെയിൻ. സോ മുഖം തൊടാനേ പാടില്ല, കൈ മുഖത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല. ബേസിക്കലി അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പിമ്പിൾ വന്നു കഴിഞ്ഞാൽ? ഐഡിയലി ആക്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് മാനേജ് ചെയ്യാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ് ഏറ്റവും ഐഡിയൽ അപ്രോച്ച്. ബിക്കോസ് എല്ലാവർക്കും ആക്നെ ഒരുപോലെ അല്ല. ഇപ്പൊ നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന പ്രൊഡക്ട്സ് കൊണ്ടൊന്നും ചിലപ്പോൾ ആക്നെ കൺട്രോൾ ആയിക്കൊള്ളുന്നില്ല. മാത്രമല്ല ആക്നെക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ദേ മേ ബി സംതിങ് റോങ് വിത്ത് യു ഇന്റേണലി. ഒരു ഹോർമോണൽ ഇഷ്യൂവോ എന്തെങ്കിലും ഉണ്ടാവാം. സോ അതൊക്കെ അസസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണുക തന്നെ വേണം. നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആക്നെ ആ ഒരു കണ്ടു തുടങ്ങുന്ന സിറ്റുവേഷനിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു സിവിയറിറ്റി നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ആൻഡ് യു കൻ പ്രിവെന്റ് ഗെറ്റിംഗ് സ്കാർസ്. ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നെറ്റിയിൽ പിമ്പിൾ വന്നാൽ ഇന്ന പ്രോബ്ലം ആയിരിക്കും, ഇപ്പൊ മൂക്കിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ പറ്റിയിട്ട്? നമ്മുടെ ഒരു മുഖത്തൊരു ജസ്റ്റ് ഒരു പിമ്പിളിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ആക്നെ മാപ്പിംഗ് കുറേയൊന്നും അക്യുറേറ്റ് അല്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് മെയിൻലി ജോ ലൈൻ, നമ്മുടെ ഒരു ചിന്നിന്റെ ഏരിയയിൽ വരുന്ന പിമ്പിൾസ് നമുക്കറിയാം. ഇപ്പോൾ ടീനേജ് ആക്നെ ഒക്കെ വരുമ്പോൾ ജോ ലൈൻ്റെ ഏരിയയിൽ അങ്ങനെ വരാറില്ല, ചീക്കിലാണ് യൂഷ്വലി ആക്നെ വരുന്നത്. അപ്പോൾ ജോ ലൈൻ ഏരിയയിൽ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ദാറ്റ് യു ഹാവ് എ ഹോർമോണൽ ഇംബാലൻസ്. ഇപ്പോൾ PCOD പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, ജോ ലൈൻ ആൻഡ് നെക്ക് ഏരിയ. അതുപോലെ ഫോർഹെഡിൽ വരുന്ന ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടല്ലോ, അത് മിക്കവാറും നമുക്കൊരു ഡാൻഡ്രഫിന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇംപ്രോപ്പർ സ്കിൻ പ്രാക്ടീസ് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഹെയർ ഓയിലൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. മേ ബി ഹെയർ ലൈൻ്റെ അടുത്തൊക്കെ വരുന്ന പിമ്പിൾസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഏതെങ്കിലും ഹെയർ പ്രൊഡക്റ്റിന്റെ ഒരു റിയാക്ഷനും ആയിരിക്കാം. ബാക്കി ഇപ്പോൾ ഗട്ട് ഹെൽത്തും ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഷുഗർ ഇൻ യുവർ ഡയറ്റ് കൻ ട്രിഗർ ആക്നി, അങ്ങനെയൊക്കെ ഉണ്ട്. അതർവൈസ് ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ന സൈറ്റിലാണെങ്കിൽ ഇന്ന് ഗട്ട് പ്രോബ്ലം കൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഇപ്പോ അതുപോലെ തന്നെ നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് അല്ലാതെ ആക്നെ വരാൻ വേറെ ഏതെങ്കിലും റീസൺ ഉണ്ടോ? ആക്നെ ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസിന് പുറമെ നമുക്ക് നോർമലാണ് ആക്ച്വലി ആ ഒരു ഏജിൽ, ടീനേജിൽ വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ സർജ് കൊണ്ട് വരുന്നതാണ്.
അതല്ലാതെ സ്ട്രെസ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ട്രിഗർ ആക്നെ. നല്ല സൺ എക്സ്പോഷർ വന്നാൽ ഇറ്റ് ക്യാൻ ട്രിഗർ ആക്നെ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മളിപ്പോൾ എൻ്റെ എൻഗേജ്മെന്റിന് ശേഷമാണ് എനിക്ക് പിമ്പിൾസ് വന്നു തുടങ്ങിയത്. ഉം. എൻഗേജ്മെന്റ് മേക്കപ്പ് ഇട്ടപ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ്. ബിക്കോസ് ദാറ്റ് മേ ബി ദ ഫസ്റ്റ് ടൈം ദേ ഹാവ് യൂസ്ഡ് വെരി ഹെവി മേക്കപ്പ്. ഉം. അപ്പൊ അങ്ങനെയുള്ള ഹെവി മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കൊമഡോജനിക് എഫക്റ്റ് ഉണ്ടാവും, പോർസ് ക്ലോഗ് ആവും, ഒരു ബ്രേക്ക് ഔട്ട് വരാം. പിന്നെ ചില നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെയർ ഓയിൽസിനോടുള്ള അലർജി രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.